അസ്സലാമലൈക്കും. ഇതില് ബാങ്ക് ഡീറ്റെയിൽസ് ഇപ്പം ആഡ് ചെയ്യണത് എങ്ങനെയാന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പം ഞാനൊരു ഇൻവോയ്സില് പ്രിന്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ പ്രിവ്യൂ നോക്കുമ്പോൾ ഇത് ലാസ്റ്റിൽ ഇവിടെയായിട്ടാണ് ബാങ്ക് ഡീറ്റെയിൽസ് സാധാരണ ആഡ് ചെയ്യാറ്. ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ ഇൻവോയ്സ് എടുക്കാം. ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് ആഡ് ചെയ്യണത്. അപ്പോൾ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ സെറ്റിങ്സിൽ കോൺഫിഗറേഷനിലോട്ട് പോവാം. അവിടെ ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ലാസ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അവിടെ ടോപ്പ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൽ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഫെഡറൽ ബാങ്ക് ഞാൻ ഇതേപോലെ ആഡ് ചെയ്ത ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ബാങ്ക് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സേവ് കൊടുത്തിട്ട് ഞാൻ തിരിച്ച് പ്രിൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിവ്യൂ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം. ഇതിപ്പോൾ നീറ്റായിട്ടല്ല വന്നേക്കണമെന്നുണ്ടെങ്കിൽ കട രീതിക്ക് ഇത് നമുക്ക് കൊടുക്കാം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തിട്ട് ഞാനിപ്പോൾ വേഡ് ഓപ്പൺ ചെയ്യണം. വേഡിൽ നിന്നിട്ട് അത് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സാധാരണ MS വേഡിൽ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ വരും. അതിൽ നമുക്ക് അതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എങ്ങനെയാണ് വേണ്ടതെന്നുള്ള രീതിയിൽ. അതുപോലെ ഫോണ്ട് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇപ്പം എന്തോരം ഇതിൽ എഴുതി കാണിക്കണം. എന്നിട്ട് ഇത് കോപ്പി ആയിട്ട് തിരിച്ച് ആ സ്ഥലത്ത് തന്നെ പോയി ഇത് ചെയ്താൽ മതി. സെറ്റിങ്സിൽ ഇൻവോയ്സ് മെസ്സേജസിൽ ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് സേവ് ചെയ്തിട്ട് തിരിച്ച് പ്രിൻ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ വന്നിട്ടുണ്ടാവും. ഇവിടെ ഇതേപോലെ വന്നിട്ടുണ്ടാവും.